സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ബിഫോർ ഗോയിങ് ടു ദി ചാപ്റ്റർ ഞാൻ ഈ യൂണിറ്റിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരാം. ദ യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം വിച്ച് മീൻസ് ദാറ്റ് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിമാനം എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. ലൈക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ അങ്ങനെയൊക്കെ മീൻ ചെയ്യുന്നതാണ് ചാപ്റ്റർ. ഓക്കെ, ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. അതിൻ്റെ ഒരു പേരെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, സെക്കൻഡ് വൺ എനി വുമൻ, തേർഡ് വൺ മാച്ച് ബോക്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ഹൊറിഗല്ലു. ഓക്കെ, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ബിഫോർ ദാറ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാർലറ്റ് ബ്രോണറ്റിൻ്റെ ഒരു കോട്ട് വെച്ചിട്ടാണ്, വിച്ച് ഈസ് I am no bird and no net ensnares me. I am a free human being with an independent will. അതായത് ഇവിടെ ഷാർലറ്റ് ബ്രോണറ്റ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ബേർഡല്ല, എന്നൊരു കൂട്ടിൽ അതായത് ഒരു നെറ്റിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽ പെടുത്തിയിടാൻ ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് വില്ല്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ടുള്ള വില്ലുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ ഫ്രീഡത്തിനെ കുറിച്ചാണ്. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു അടച്ചു പൂട്ടിയിടേണ്ട ഒരു ഇതല്ല, നമ്മളുടെ വില്ലിനെ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനെ അടച്ചു പൂട്ടിയിടേണ്ടതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യൂണിറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് ദിസ് കോട്ട് ആൻഡ് let us go to the chapter. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിമൻ ഐക്കൺസിൻ്റെ സ്ട്രോങ് വിമൻ ഐക്കൺസിൻ്റെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് സ്മിത പട്ടേൽ, നമ്മളെ ഇന്ത്യൻ സിനിമ ഫേസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഹെലൻ ബോർഡൻ, BBC ന്യൂസിൻ്റെ ഡയറക്ടറാണ്. മേരി കോം, ഷീസ് എ ബോക്സർ. ആൻഡ് JK റൗളിംഗ്, ഹാരി പോട്ടറിൻ്റെ ഓതറാണ്. ഇവരൊക്കെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രോങ് വിമൻ ഐക്കൺസ് ആയിട്ടാണ്. ലെറ്റ്സ് മൂവ് ടു ദി ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ദ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. ക്രിസ്റ്റീൻ ലെഗാർഡിന്റെ ഒരു സ്പീച്ചാണ് ഈ 3 L's ഓഫ് എംപവർമെന്റ് എന്നുള്ളത്. ഇത് ബേസിക്കലി വിമൻ എംപവർമെന്റിനെ കുറിച്ചാണ് സ്പീക്ക് ചെയ്യുന്നത്. വിമൻ എംപവർമെന്റ് മീൻസ് സ്ത്രീ ശാക്തീകരണം. ബിഫോർ മൂവിങ് ടു ദി ചാപ്റ്റർ നമുക്ക് ഓതറിന്റെ ഒരു ബ്രീഫ് പ്രൊഫൈല് നോക്കാം. ക്രിസ്റ്റീൻ ലെഗാർഡ് ബോൺ ചെയ്തിട്ടുള്ളത് പാരീസിലാണ് ഓൺ 1 January 1956. അതേപോലെ ഫസ്റ്റ് വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കണോമിൻ്റെ ഫസ്റ്റ് വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. അതേപോലെ IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡുമായിട്ടുണ്ട്. ആൻഡ് എക്കണോമിക് ഫീൽഡിൽ വിമൻ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് ചെലുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ സ്പീച്ച്, അതായത് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള സ്പീച്ച് ക്രിസ്റ്റീൻ ലെഗാർഡ് ഡെലിവർ ചെയ്തിട്ടുള്ളത് വാഷിങ്ടൺ DC നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. ഓൺ 19 May 2014 ഡെലിവേർഡ് ചെയ്തിട്ടുള്ളത്. The 3 L's ഓഫ് എംപവർമെൻറ്റ് മീൻസ് ശാക്തീകരണത്തിൻ്റെ 3 L's. ഈ സ്പീച്ച് ക്രിസ്റ്റീൻ ലെഗാർഡ് ഒരു സല്യൂട്ടേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡേർഡ് സ്പിരിറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഫ്രണ്ട്സിൻ്റെയും അതേപോലെ സമാനതകളിലൂടെ ചിന്തിക്കുന്നവരുടെയും കൂടെ നിൽക്കാൻ പറ്റുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ the 21st century poses many challenges that requires new ways of thinking, none more important than the economic role of women in the rapidly changing world. But women today remains blocked from contributing their true potential. ലൈനിൽ പറയുന്നത് ഈ 21st സെഞ്ച്വറിയിൽ നമ്മൾക്ക് ന്യൂ വേ ഓഫ് തിങ്കിങ്ങിന് നല്ല ചിന്താഗതികൾ ആവശ്യമുണ്ട്. അതിന് കുറേ ചാലഞ്ചസ് ഉണ്ട്. അതേപോലെ പറയുന്നു
വിമൻ റോള്, എക്കണോമിക് റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ റാപ്പിഡ് ചേഞ്ചിങ് വേൾഡിൽ വിമൻ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇന്നത്തെ വേൾഡിൽ വിമൻസിൻ്റെ പൊട്ടൻഷ്യലിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ കാരണത്താൽ വിമൻസിൻ്റെ പൊട്ടൻഷ്യൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പല മേഖലകളിലും എന്ന് പറയുന്നുണ്ട്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ വിലക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. In some countries, per capita income lags significantly because women are denied equal opportunities. ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം ലാഗ് ചെയ്യാനുള്ള കാരണം വിമൻസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല. ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും എല്ലാ കൺട്രീസും വിമൻസിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. They represent half of the world's population but contributes far less than 50% of the economic activity. ഈ വിമൻസ് ലോകത്തിൻ്റെ പകുതി മുക്കാലും റിപ്രസെൻ്റ് ചെയ്യുന്നത് വിമൻസിനാണെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ, അതായത് എക്കണോമിക് ആക്ടിവിറ്റിയിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ പകുതി പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. What is needed to change this picture is a concerted effort to open the door to opportunities with what I call the 3 L's of women empowerment: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ 50% പോലും എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടി വ്യൂമൻ കോൺട്രിബ്യൂഷൻസ് ഇല്ല. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ, അത് അല്ലെങ്കിൽ ആ പിക്ചർ മാറണമെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണം. അത് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നാണ് 3 L's വെച്ചിട്ട്. വ്യൂമൻ്റെ എംപവർമെൻറ്റിന് 3 L's ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 3 L's ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആ 3 L's എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലേണിംഗ്, സെക്കൻഡ് വൺ ഈസ് ലേബർ ആൻഡ് തേർഡ് വൺ ഈസ് ലീഡർഷിപ്പ്. അപ്പോൾ first about learning. Education is the foundation upon which any changes is built. ഇവിടെ ലേണിങ്ങിൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദി ഫൗണ്ടേഷൻ. എല്ലാ മാറ്റങ്ങളുടെയും കാരണം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, അല്ലേ? നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളൊരു വിദ്യാഭ്യാസമാണ് നമ്മളിലുള്ള പല ചിന്താഗതികളെയും മാറ്റാനും അതേപോലെ ന്യൂ ചിന്താഗതികളെ വളർത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇവിടെ അതന്നെ പറയുന്നത് എഡ്യൂക്കേഷനാണ് എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഹെൽപ്സ് women to help themselves and break the shackle of exclusion. ലേണിങ്ങിലൂടെ മാത്രമാണ് വിമൻസിന് അവരുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ ബ്രേക്സ് ദി ഷാക്കിൾ ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾ എന്ന് വെച്ചാൽ അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ, പണ്ടത്തെ കുറേ ചിന്താഗതികൾ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് മുന്നോട്ട് വരാനും അവർക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ കഴിയും എന്നുള്ള ചിന്താഗതി വരുത്താനും ഒക്കെ കഴിയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. Nowhere is this more essential than in the developing world. ഈ ഡെവലപ്പിംഗ് വേൾഡിൽ ഇതിലേറെ വിമൻ എംപവർമെൻറ്റിലേറെ എസെൻഷ്യൽ ആയിട്ട് വേറൊന്നുമില്ല. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ആ സെയിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആൺകുട്ടിനെയാണ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മളൊരു വ്യക്തിയെ മാത്രമാണ് വാർത്തെടുക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ മാത്രമാണ് വാർത്തെടുക്കുന്നത്. പക്ഷേ ഒരു ഗേളിനെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വില്ലേജിനെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ മൊത്തം നമ്മൾ വാർത്തെടുക്കുന്ന പോലെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദി സെക്കൻഡ്. അപ്പോൾ ലേണിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ലേബറിലോട്ടാണ് ഫോക്കസ്. ലേബർ ഫെസിലിറ്റേറ്റ് വിമൻ ടു ഫ്ലോറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ്, ലേബറിലൂടെയാണ് വിമൻസിന്, അതായത് ഒരു ജോബ് ഉള്ളതിലൂടെയാണ് വിമൻസിന് ഫ്ലോറിഷ് ചെയ്യാനും അവരുടെ കഴിവുകളെ മനസ്സിലാക്കാനും അതേപോലെ വളരാനും സഹായിക്കുന്നത് ലേബർ എന്നുള്ള ടേമാണ്. ഓക്കെ, ലേബർ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്കാണ്. ഓക്കെ, ബട്ട് അറ്റ് പ്രസന്റ് വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വർക്ക് ഫോഴ്സ്, ദേ ടു ഓഫൻ ടെൻസ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിമൻസിൽ
വിമൺ ഒരു ജോബിന് ഇറങ്ങിയാൽ അവർക്ക് ഒന്നെങ്കിൽ ലോ പേയിങ് ആണ്, അതായത് ഈക്വൽ പേയ്മെൻറ്റ് ഇല്ല. അതേപോലെ ലോ സ്റ്റാറ്റസിലായിരിക്കും അവരെ വർക്കിന് ഇടുന്നത്, ഈക്വൽ സ്റ്റാറ്റസ് ഇല്ല. അതേപോലെ ലോ സെക്യൂരിറ്റി ആണ് എന്നാണ്, അതായത് ഒരു ഈക്വാലിറ്റി ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഗ്ലോബലി വിമൻ ഏൺസ് ഓൺലി 3/4 as much as men even with the same level of education and in the same occupation. ഒരേ നിലത്തിലുള്ള വിമണിനെയും മെയിലിനെയും കമ്പയർ ചെയ്യുകയാണ്, അതായത് ഒരേ വർക്ക് ഫോഴ്സിലുള്ള രണ്ടുപേരും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പേയിങ് ആണ് രണ്ടുപേർക്കും കിട്ടുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഷുവർലി വൺ ഓഫ് our most basic norm should be equal pay for equal work. അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നോം എന്തായിരിക്കണം, ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്തായിരിക്കണം, ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്. സെയിം വർക്കിന് സെയിം പേ എല്ലാവർക്കും കിട്ടണമെന്നാണ്. Recent research shows that eliminating gender gaps in economic participation can bring an increase in the per capita income. പുതിയ റിസർച്ച് പ്രകാരം പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒറ്റൊരു കാര്യം എലിമിനേറ്റ് ചെയ്താൽ മതി, നമ്മളുടെ എന്താണ് ജെൻഡർ ഗ്യാപ്പ്. എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ അല്ലെങ്കിൽ വർക്കിലുള്ള ജെൻഡർ ഗ്യാപ്പ് ഒഴിവാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. We can undoubtedly promote more opportunities for women in the workplace. വർക്ക്പ്ലേസിൽ വിമൻസിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. It is all about changing laws. For example, by ensuring that property and inheritance law do not discriminate against women. അതായത് ഇവിടെ ഒരു ലോനെ കുറിച്ച് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാണ്. നമ്മളെ ഈ പ്രോപ്പർട്ടി, നമ്മളുടെ ഈ സ്ഥലങ്ങളുടെ, അതായത് നമ്മളെ ഇൻഹെറിറ്റഡ് ഭൂമികളുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക, ലോ പ്രകാരം തന്നെ മാറിയാൽ ഇതൊക്കെ കുറേ മാറും എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, it also means policies that encourage education and health care. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So learning and labor are the key factors. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ്, ലേണിങ്ങും ലേബറും. ലേണിംഗ് കൊണ്ട് എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ലേബർ കൊണ്ട് വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസീസിലൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടും, അതേപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺ അവൈലബിലിറ്റി ഒക്കെ വിമൻസിന് കൂടുതൽ കൊടുത്തിട്ടുമൊക്കെ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. Then the third L is leadership, that enables women to rise and fulfill their innate abilities and talents. അടുത്ത എല്ല് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വരിക, എല്ലാ കാര്യത്തിലൊക്കെ ലീഡർഷിപ്പ് കൊണ്ടുവരാം. അപ്പോൾ ലീഡർഷിപ്പ് എന്തൊക്കെ എൻഹാൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ഇന്നേറ്റ് എബിലിറ്റീസ്, അതായത് നമ്മളുടെ ഇൻബോൺ കഴിവുകളുണ്ടല്ലോ, അതേപോലെ ടാലൻസും, നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ ജന്മനാ ഉള്ള കഴിവുകളെയും ടാലൻസിനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഹിയർ ദർ ഈസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. പണ്ടത്തെ കാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് കഴിവുകളെയൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുമല്ല, നമ്മളുടെ ടൈം യൂട്ടിലൈസ് ചെയ്ത് ഓരോ വീഡിയോസിലൂടെ അല്ലെങ്കിൽ ഓരോ സൈറ്റ്സിലൂടെയും ഒക്കെ നമുക്ക് നമ്മളുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദ അയോണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ്സ് ദേ ടെൻഡ് ടു ഡു as good a job as others, women if not a better job. അതായത് ഇവിടെ പറയുന്നത് ഒരു അയേണിയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിമൻസിനെ എന്തെങ്കിലും ലീഡ് ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ബെറ്റർ ആക്കിയിട്ടായിരിക്കും അവർ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, they are more likely to make decisions on consensus building, inclusion, compassion, and with a focus on long-term sustainability. Normally women's decisions എടുക്കുമ്പോൾ more open ആയിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക, അതേപോലെ കുറച്ചും കൂടി എല്ലാവരുടെയും സമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കും, അതേപോലെ കമ്പാഷൻ ആയിരിക്കും, അതായത് അവർക്ക് കുറച്ച് എളിമയൊക്കെ കാണിക്കും, അനുകമ്പയൊക്കെ കാണിക്കും, അതേപോലെ ഫോക്കസസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, കുറേ കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദി കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. ചില സമയങ്ങളിൽ അവരുടെ കോമ്പിറ്റൻറ്റിനെ മാച്ച് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് ഉണ്ടാവാറില്ല. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദി നരേറ്റീവ് ഇൻ ദെയർ ഫേവർ. ആ മൈൻഡ് സെറ്റ്, ആ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു
സെറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വുമൻ ബി റെഡി to dare the difference, to take risk and step outside their comfort zone. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. അതേപോലെ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനും റെഡി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡെയർ ദി ഡിഫറൻസ്. നമുക്ക് വരുന്ന മാറ്റങ്ങളെയൊക്കെ അനുകൂലിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും കഴിയുകയുള്ളൂ. Even those with the drive to succeed continue to face barriers. അതായത് സക്സീഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുള്ളവർക്ക് പോലും ഉള്ളിലുണ്ടാവും, അവർക്ക് പോലും കുറേ ബാരിയേഴ്സ് ഉണ്ടാകും. അതായത് അവരെ പോവാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അവരെ മറികടക്കാൻ സമ്മതിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും ബാരിയറായിട്ട് എന്ന് പറയുന്നത്. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ ദി വില്ലേജ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻസ് ഇൻ ദി ബിസിനസ്. നമ്മളൊരു പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് വില്ലേജ് ഏരിയയിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതിൽ പോലും ബാരിയേഴ്സ് ഉണ്ട്. അതേപോലെ എക്സിക്യൂട്ടീവ് പൊസിഷൻ, ഈ ബിസിനസ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ ഒരു വിമൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ പോലും അവിടെ കുറേ ബാരിയേഴ്സ് കിടക്കുന്നുണ്ട്. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefit. അതായത് ഇവിടെ പറയുന്നത് ഒരു ഇപ്പോഴത്തെ വേൾഡിൽ നമ്മൾ വിമൻസിൻ്റെ പൊട്ടൻഷ്യലിന് ഒരു തടസ്സമോ അതേപോലെ ഒരു മുൻവിധി എഴുതലോ, അതായത് നീ പെണ്ണാണ് അങ്ങനത്തെ ഒരു മുൻവിധി എഴുതലോ ഇല്ലെങ്കിൽ അത് വേൾഡിനെ തന്നെ നല്ല ഒരു ബെനിഫിറ്റ് ആവും, വേൾഡിനെ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് there. അപ്പോൾ ഈ 3 L's ആണ് നമ്മളെ വിമൻ എംപവർമെൻറ്റിലോട്ട് ഹെൽപ്പ് ചെയ്യുന്ന L's. ഇഫ് വി ഡെയർ ദി ഡിഫറൻസ്, ദ ഡിഫറൻസ് വിൽ ഡെലിവർ. മാറ്റങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ ധൈര്യപ്പെടുകയാണെങ്കിൽ എന്തായാലും മാറ്റങ്ങൾ സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ താങ്ക് യു വെച്ചിട്ടാണ് സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് ദി സ്പീച്ച് ഓഫ് ക്രിസ്ത്യൻ ലഗാർഡെ. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 L's ഓഫ് എംപവർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ 3 L's എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ നമ്മൾ ലേണിംഗ് ആണ്. അപ്പോൾ ലേണിംഗ് കൊണ്ട് കുറേ മാറ്റങ്ങൾ വിമൻസിന് വരുത്താമെന്ന് പഠിച്ചു. ലേബറാണ്. ലേബർ എന്ന് വെച്ചാൽ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ എബിലിറ്റീസിനൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പഠിച്ചു. മൂന്നാമത്തത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൽ നമ്മൾ എന്താ പഠിച്ചത്? ഡിഫറൻസുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൊസിഷൻസിൽ എത്താനും കഴിയും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ലീവ് എ കമൻറ്റ് ആൻഡ് ചാനൽ